അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഡാൽഗോണ കേക്കാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ആദ്യം നമുക്ക് ഡാൽഗോണ ക്രീം ഉണ്ടാക്കാം. അതിന് ഞാൻ ഒരു 3 ടേബിൾ ടീസ്പൂൺ കോഫി പൗഡർ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 5 ടേബിൾ ടീസ്പൂണോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട്, പൊടിച്ച പഞ്ചസാര. പിന്നെ 3 ടീസ്പൂൺ ചൂടുവെള്ളം, ഒരു ഇളം ചൂടുള്ള വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു 10 മിനിറ്റോളം ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള നമുക്കൊരു തിക്ക് കൺസിസ്റ്റൻസിയുള്ള ഒരു പേസ്റ്റ് ഫോം ചെയ്യും. ഡാൽഗോണ ക്രീം റെഡിയായി വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം ആ ഒരു കളർ ചേഞ്ച് ചെയ്യുന്നത്, അതായത് ഡാർക്ക് ബ്രൗണിൽ നിന്ന് ലൈറ്റ് ബ്രൗൺ ആയി മാറുന്നത് കാണാം. ഇങ്ങനെ ഒരു നല്ല തിക്കായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഈ ബീറ്റിങ് നിർത്താം. ഇപ്പോൾ നമ്മൾ ഡാൽഗോണ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി ഉണ്ടാക്കാൻ പോകുന്നത് നോർമൽ സ്പോഞ്ച് കേക്കാണ്. അപ്പോൾ അതിന് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ യൂസ് ചെയ്തിട്ടുണ്ട്, 1/2 സ്പൂൺ ബേക്കിംഗ് സോഡ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് അല്പം ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി അരിച്ചെടുക്കാം. ഒരു 2-3 തവണ അരിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ അല്പം കോഫി പൗഡറും കൂടെ ചേർക്കുന്നുണ്ട്, ആ ഒരു കോഫിയുടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. 2 മുട്ട എടുത്ത് ബീറ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് 2 സ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്യാം. ബീറ്റ് ചെയ്യുന്ന സമയത്ത് കുറേശ്ശെയായി പഞ്ചസാര ചേർക്കാൻ മറക്കരുത്. ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് ഉപയോഗിച്ചിട്ടുള്ളത്, പൊടിച്ച പഞ്ചസാരയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ബീറ്റ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. നല്ല പ്ലഫി ആക്കിയിട്ട് ബീറ്റ് ചെയ്യാം. പിന്നെ അതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുമ്പോൾ കുറേശ്ശെയായിട്ട് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അത് ഫോൾഡ് ചെയ്തെടുക്കുന്ന കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലാണ്. അപ്പോൾ എൻ്റെത് കുറച്ച് തിക്കായിട്ടുണ്ട്. ബാറ്റർ കുറച്ച് തിക്കായത് കാരണം കുറച്ച് പാലൊഴിച്ച് ഒന്നുകൂടെ ബാറ്റർ ലൂസാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു പാനിലേക്ക് മാറ്റാം. നമ്മുടെ പാന് ഗ്രീസ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ നെയ്യ് കൊണ്ടാണ് ഗ്രീസ് ചെയ്തെടുക്കുന്നത്. ഇനി ഈ പാനിലേക്ക് നമുക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നോർമലി നമുക്ക് ടാപ്പ് ചെയ്തെടുക്കാം. ദെൻ നമുക്ക് ബേക്ക് ചെയ്യാം. ഞാനിന്ന് ബേക്ക് ചെയ്യുന്നത് ഓവനിലല്ല, നോർമലി ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് ബേക്ക് ചെയ്യുന്നത്. ഈ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് ഒരു റിങ് ഇറക്കി വെക്കാം. അതിൻ്റെ മുകളിൽ നമുക്ക് ഈ പാൻ വെച്ച് കൊടുക്കാം. എന്നിട്ട് ആദ്യം ഹൈ ഫ്ലെയിമിൽ നമുക്ക് ഇത് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മുടെ പാന് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 20 to 25 മിനിറ്റ്സ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഒരു 25 മിനിറ്റ്സിന് ശേഷം ഞാൻ എടുത്ത് നോക്കി, അപ്പോൾ ഉള്ളെല്ലാം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് തണുത്തതിന് ശേഷം പുറത്തേക്ക് എടുക്കാം. 2 പീസായിട്ട് കട്ട് ചെയ്യാം. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം നമ്മൾ ക്രീം നേരത്തെ തയ്യാറാക്കിയ ഡാൽഗോണ ക്രീം ഒന്ന് പരട്ടി കൊടുക്കാം. അതിന് മുകളിലേക്ക് നമുക്ക് കട്ട് ചെയ്ത ബോട്ടം പീസ് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലൂടെ ഷുഗർ സിറപ്പ്, ഞാൻ ഇതിനടുത്ത് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിരുന്നു, ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. ഈ ഷുഗർ സിറപ്പ് ഒരു കേക്കിനൊരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് മുകളിൽ കൊണ്ട് നമുക്ക് ഡാൽഗോണ ക്രീം അപ്ലൈ ചെയ്യാം. ഒരു തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്യാം. അതിനുശേഷം അടുത്ത ലെയർ വീണ്ടും വെച്ച് കൊടുക്കാം. അങ്ങനെ വീണ്ടും അതിൻ്റെ മുകളിൽ ഡാൽഗോണ ക്രീം അപ്ലൈ ചെയ്യാം. ആ ലെയറിലും ഷുഗർ സിറപ്പ് ഒഴിക്കണം. അതിനുശേഷം അതിൻ്റെ മുകളിൽ ക്രീം പുരട്ടി കൊടുക്കാം. നമ്മളെ കേക്ക് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ മുകൾ ഭാഗം കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പോർഷൻ പൊടിച്ചതിന് ശേഷം സൈഡിലൊക്കെ ക്രീം വെച്ചിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കേക്ക് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഈ
ക്രീമിന് മുകളിൽ കുറച്ച് പഞ്ചസാര പൊടിച്ചത് ചേർക്കുന്നുണ്ട്. ഈ ക്രീമിന് ചെറിയ കോഫിയുടെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് കയ്പ്പ് ടേസ്റ്റ് വരുന്നത്. അപ്പോൾ അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഷുഗർ പൗഡേഴ്സ് ചേർക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കേക്ക് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തണുപ്പിച്ചതിന് ശേഷം ഒരു 3-4 മണിക്കൂറിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം. ഞാൻ കേക്കിന് അല്പം മോടി കൂട്ടിയിട്ടുണ്ട്. ഈ ഒരു കേക്കിൻ്റെ ടേസ്റ്റ്, അതായത് നമ്മൾ ആ ക്രീം വെച്ച ഭാഗം അതൊരു ബ്രൗൺ കളറായിട്ട്, കോഫി ബ്രൗൺ കളറായിട്ട് നമ്മുടെ കേക്കിന് ആ സ്പോഞ്ചിലേക്കൊക്കെ പിടിച്ചതായിട്ട് കാണാം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്യാം. അടുത്ത വീഡിയോയുമായി വരാം. ബൈ.